വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ തിരക്കിൽ തന്നെയാണ്. ടീച്ചർ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? ഇന്ന് പ്രധാനമായിട്ടും എല്ലാ ഏരിയയിലും 7 ഏരിയയാണ് ഉള്ളത്, 7 മണ്ഡലമാണുള്ളത്. അപ്പോൾ 7 മണ്ഡലത്തിലെയും ഈ തെരഞ്ഞെടുപ്പ് മഹോത്സവത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി നേതൃത്വത്തെയും അണികളെയും പരമാവധി പാർട്ടി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ കണ്ട് ഈ വല്ലാത്തൊരു ഓട്ടമായിരുന്നല്ലോ. ആ ഓട്ടത്തിനിടയ്ക്ക് ചിലപ്പോൾ ഞാൻ ദേഷ്യം കയറിയിട്ടുണ്ടാവും അവരോട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമ ചോദിക്കണം, അവരിത് തന്ന പരിഗണനയ്ക്ക് നന്ദി പറയണം. അതിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ഏതെങ്കിലും രീതിയിലുള്ള ആശങ്ക ടീച്ചറിനുണ്ടോ? ഇല്ല, ആശങ്കയില്ല, പ്രതീക്ഷയുള്ളൂ. ഞങ്ങളുടെ വോട്ട് പരമാവധി കിട്ടിയിട്ടുണ്ട്. പറവൂർ ടീച്ചറുടെ സ്വന്തം സ്ഥലമായ പറവൂർ വോട്ടിംഗ് ശതമാനം കൂടിയത് എങ്ങനെയാണ് കാണുന്നത്? പ്ലസ് ആയിട്ട് കാണുന്നു. ഇത്രയും ദിവസത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഒന്ന് സമാധാനമായിട്ട് കിട്ടുന്നത്. അതെ, അല്ല ഇന്നും തിരക്കാണല്ലോ. ഇന്നലത്തോടുകൂടി ഇതെല്ലാം അവസാനിക്കും, കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂട്ടലും കുറക്കലും നമ്മുടെ ഒരു പ്രതീക്ഷ ഉയരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇന്നലത്തെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നത് 4-ാം തീയതി ആവാനായിട്ട്. ടീച്ചറുടെ പ്രസംഗമൊക്കെ വളരെ ഹിറ്റായിരുന്നല്ലോ. ടീച്ചർ കവിതയൊക്കെ ഉദ്ധരിച്ച് പറയുന്നു, വയലാറിനെ ഇടയ്ക്ക് ഉദ്ധരിക്കുന്നു. ഇഷ്ടപ്പെട്ട കവിത ഏതാ ശരിക്കും? അശ്വമേധം എനിക്കിഷ്ടപ്പെട്ട കവിതയാണ്. പിന്നെ വിഷുവിൻ്റെ പാടിയത് കണിക്കൊന്നയുടെ അയ്യപ്പ പണിക്കരുടെ കവിത ഇഷ്ടമാണ്. അശ്വമേധമൊക്കെ ടീച്ചർക്ക് എപ്പോഴും ടീച്ചറിൻ്റെ ഒരു പ്രസംഗത്തിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതായിരുന്നു. അതൊരു കരുത്ത് തരുന്ന, അതെല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, നമുക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ കിട്ടുന്നത്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഏതായാലും വളരെയേറെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇനിയുള്ള ഒരു മാസം കാത്തിരിക്കുകയാണ് ടീച്ചർ. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.